സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ ശവ്വാൽ മാസപ്പിറ കണ്ടതോടെ നാളെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് കേരളത്തിലെയും ഇസ്ലാം മത വിശ്വാസികൾ. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഒരു മാസം നീണ്ടുനിന്ന അനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനവും മറ്റ് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളും അതെല്ലാം കഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ ആണ് ഇപ്പോൾ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ശുദ്ധീകരണത്തിൻ്റെ ആഘോഷമായിട്ടാണ് പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കേണ്ടത്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിരുന്നൂട്ടുക എന്നുള്ളത് തന്നെയാണ് പെരുന്നാൾ. ആ പെരുന്നാളിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേരുന്നു. വിശ്വാസിയുടെ വ്രതം അനുഷ്ഠിച്ച എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാക്കുന്ന വലിയൊരു സംതൃപ്തിയുണ്ട്. ദൈവത്തിലർപ്പിച്ച ഒരു മാസം അത് പൂർത്തീകരിച്ചിരിക്കുന്നു. നാളെ പെരുന്നാൾ, അത് സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ദിനം തന്നെ ആയിരിക്കും. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ശവ്വാൽ മാസപ്പിറ കാണാനായി കേരളത്തിൻ്റെ തീരങ്ങളിലെല്ലാം തന്നെ വലിയ ഒരുക്കങ്ങൾ, അത് കോഴിക്കോടൊക്കെ കണ്ടതാണ്. വലിയ തരത്തിൽ നാളെ പെരുന്നാൾ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്തായാലും ശവ്വാൽ മാസപ്പിറ കണ്ടതോടെ കേരളത്തിലും നാളെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. ഒരു മാസം നീണ്ട നോമ്പുകാലം, അത് ഒപ്പമുള്ള ആളുകളെ, അതോടൊപ്പം കുടുംബങ്ങളിലാകട്ടെ സൗഹൃദങ്ങളിലാകട്ടെ അവർ വിശപ്പിൻ്റെ വേദന അറിഞ്ഞുകൊണ്ടുള്ള ഒരു മാസക്കാലം നീണ്ട നോമ്പുകാലത്തിന് ശേഷം അത് മനസ്സും ശരീരവും ശുദ്ധീകരിച്ചുകൊണ്ട് ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈദുൽ ഫിത്തർ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് മലയാളികളും. നാളെ വിപുലമായ ആഘോഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ശാന്തകുമാർ ചേരുകയാണ്. ശാന്തകുമാർ, ഇനി ഒരു മാസക്കാലം നമ്മൾ നോമ്പുകാലത്തിൻ്റെ വാർത്തകൾ, നോമ്പുകാലത്തിൻ്റെ ഓരോ ആളുകളും നോമ്പുകാലത്ത് അവർ പട്ടിണിയുടെ വേദന അറിയുന്നത്, സഹവർത്തിത്വത്തിൻ്റെ വേദന അത് അറിഞ്ഞ് ഏറ്റവും ഒടുവിൽ അത് ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. നാളെ എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസ നേരുകയാണ് മത സാമുദായിക നേതാക്കൾ. തീർച്ചയായും അത് തന്നെയാണ് രുചീഷ്. ഔദ്യോഗികമായി തന്നെ ശവ്വാൽ മാസപ്പിറവി കണ്ടതായും നാളെ ചെറിയ പെരുന്നാളായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പ്രമുഖ മതപണ്ഡിതരെല്ലാവരും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ രുചീഷ് പറഞ്ഞപ്പോൾ തന്നെയാണ് ആത്മസംസ്കരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു മാസത്തെ ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ശേഷമുള്ള ഈ ചെറിയ പെരുന്നാൾ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികൾ കൊണ്ടാടുന്നത്. ഇത്തവണ അതിൽ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ അവർ ഈ ആ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിലും അവർ ഉന്നയിച്ചിരുന്ന ഒന്ന്, നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന സാമൂഹ്യ വിപത്തുമെല്ലാമായിരുന്നു. ഇവയ്ക്കെതിരെ എല്ലാം ഒന്നിച്ച് പോരാടേണ്ട, ഒന്നിച്ച് നിലനിൽക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വ്രതാനുഷ്ഠാനത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. എല്ലാം അതൊരു സമൂഹത്തിൻ്റെ നന്മയ്ക്കും നേട്ടത്തിനും സാമൂഹ്യ പ്രതിബദ്ധത കൂടി വെളിവാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തായാലും നാളെ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്.